എന്തായി ബെൽറ്റ് കിട്ടിയോ? ബെൽറ്റ് എവിടുന്നും കിട്ടിയില്ല. കുറെ ആൾക്കാരോട് ചോദിച്ചു, ആരും എഴുതിയിട്ടില്ല. പിന്നെ കുറെ ആൾക്കാർ ഉപയോഗിച്ചാലുണ്ട് തന്നെ. വായ്പെങ്കിലും തരുമോ? ഇതിന്റെ കുറഞ്ഞിട്ട് ഞാനവിടെ തരാം. ബെൽറ്റ് ഇടാനുള്ള ഒരു പൂതിയുണ്ടായിനി, ഓലാരും തന്നില്ല. പിന്നെ പൊടിയോ? പൊടിയും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. പിന്നെ ആരോന്ന് പറഞ്ഞു ജ്യൂസ് കുടിച്ചാൽ മാറും. ഞാൻ അതിന്റെ വേക്കണക്കാൻ എനിക്ക് ആവൂല അടിച്ച് ജ്യൂസൊക്കെ നിർത്തി വെച്ചു. ജ്യൂസൊക്കെ നിർത്തി. പിന്നെ ഞങ്ങള് ചെങ്ങാഴ്ചകളെല്ലാരും കൂടി പൊളിച്ചൊക്കെ നീച്ചേർന്ന് അടുത്ത പരിപാടി തുടങ്ങി. അത് നല്ല രസേനി. എല്ലാരും കൂടി കൂടി നടക്കുമ്പോ രസാണല്ലോ, നല്ല തീരുമാനം. നല്ലതാണല്ലോ ആരോഗ്യത്തിന്. അങ്ങനെ ഞങ്ങള് നടന്ന് 2 ആഴ്ച വരെ നടന്ന്. നല്ല രസാ. നല്ല വർത്താനൊക്കെ കേട്ടിങ്ങനെ എല്ലാ വർത്താനും അറിയാലോ. എല്ലാ പേരെത്തി 4-5 ആൾക്കാർ കൂടിയാൽ തന്നെ അറിയാലോ. മറ്റുള്ള വർത്താനം മൊത്തമായി. നാട്ടുവർത്താനം കേൾക്കാൻ പോയതാണോ അല്ല വെയിറ്റ് കുറക്കാൻ പോയതാണോ? അല്ല, വെയിറ്റ് കുറക്കാനാണ്. എന്റെ കൂടെ ഇതും സൈഡായിട്ട് കിട്ടുമല്ലോ നമുക്ക്. അങ്ങനെ പോയേനി. ഇവിടെ കഥ കേൾക്കണോ? ഞങ്ങള് അങ്ങോട്ട് പോയി നടന്ന് വരുമ്പോ ചെറിയൊരു ക്ഷീണം ഉണ്ടാവുമല്ലോ. ചെങ്ങാഴ്ചന്റെ വീടാ പൗതിയക്കല. അപ്പോൾ ഓള് അറിയുമ്പോൾ കയറിയോള് ചായ അടിച്ചിട്ട് പോവാറില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും ചായ കുടിച്ചിട്ട് പോകുന്നത്. നാട്ടുകാർ കണ്ട് വീട്ടിൽ പോയി പറഞ്ഞു കൊടുത്ത്. പെരയിൽ ഞങ്ങളൊക്കെ പെരയിൽ പോയി പറഞ്ഞു കൊടുത്ത്. ഇതിനാണ് നടക്കാൻ പോടെ, ഇങ്ങനെ നടന്നിട്ട് എന്താ അറിഞ്ഞ് പെരക്കാരറിഞ്ഞ് ആവും നിർത്തിപ്പിച്ച്. അല്ലാണ്ട് നിങ്ങളല്ലാണ്ട് പിന്നെ നടക്കാൻ പോയി ചായ പലഹാരമൊക്കെ കുടിച്ചിട്ട് ആരെങ്കിലും വരുമോ? അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് ചെറിയൊരു ക്ഷീണം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ആദ്യമായിട്ട് കേൾക്ക ഇതൊക്കെ. എന്നാ പിന്നെ ജിമ്മിനെങ്കിലും പോയി കൂടായിരുന്നോ? ആ കഥ പറയണ്ട. കൈയും കാലൊക്കെ പിടിച്ച് ജിമ്മിന് പോയി. അവിടെ എത്തി നോക്കുമ്പോ ഓരോരുത്തരും ഓരോ പണിയില്. ഒരാൾ മറ്റേത് പൊക്കണ്, ഒരാൾ ഓടണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ പണിയില്. ആരും മൈൻഡ് ചെയ്യില്ല. അങ്ങനത്തോടത്തൊന്നും എനിക്ക് പോകാൻ ഇഷ്ടമില്ല. ഞാൻ അങ്ങോട്ട് പോകുന്നു. എന്താ നിങ്ങൾ ഇങ്ങനെ? ജിമ്മിൽ അങ്ങനെ തന്നെയല്ലേ, ഓരോരുത്തർ അവരവരെ പണിയെടുക്കും. അമ്മക്ക് പറ്റൂല. നമുക്ക് ആ സമയത്ത് പോവുക, നമ്മൾ കാര്യങ്ങൾ ചെയ്യുക, തിരിച്ചു വരിക. അല്ലാതെ നാട്ടുവർത്താനം അവിടെ പറയാം. നിങ്ങൾ നിന്നാല് നിങ്ങളാരും ഓടിച്ചുടൂല അവിടെ. ജിമ്മിപ്പോ നമ്മളെ പോലത്തേക്ക് പറ്റും. എനിക്ക് തോന്നില്ല. ആരോടും ആട്ടും മിണ്ടാതൊക്കെ എന്താ മനുഷ്യന്മാര് കാണാത്ത പോലെ മാതിരി ആട്ടും. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ ചെയ്തോളി. യൂട്യൂബിലൊക്കെ വെക്കുമല്ലോ ഇങ്ങനെ ഡാൻസിന്റെ പാട്ട്, സൂംബ ഡാൻസ് ഒക്കെ. അത് വെക്ക. എന്നിട്ട് നമ്മളെ റൂമിൽ തന്നെ, അതിലൊന്നും ആർക്കും പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. കുറെ ചാടി കളിക്കുക, ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ എടുക്കുക, കയ്യും കാലൊക്കെ അനക്കുക, നീട്ടുക, ചാടുക, കളിക്കുക. അങ്ങനെ ആ പാട്ടിനകത്ത് ചെയ്യുക. അത് നല്ലതാ. നല്ലോണം വേർക്കും. ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് ഒക്കെ ചെയ്തോളൂ. നടക്കാൻ പോയാൽ ഇങ്ങനെ തന്നെയാണ്. ഞാനും നടക്കാൻ പോയിട്ടായിരുന്നല്ലോ. എന്നിട്ട് ആൾക്കാർ ചോദിക്കും, ഡോക്ടറെ നിങ്ങൾ എന്താ കാറ് വിറ്റോ എന്തിനാ നടക്കണെന്ന് ചോദിക്കും. അങ്ങനെ ഞാനത് നിർത്തിയതാ. എന്നെല്ലാം പറഞ്ഞേ നമ്മളെ പെരേത്താത്തില് ഉത്തരവാദിത്തം നാട്ടുകാർക്ക് ഉണ്ടാവും. അതന്നെ ശ്രദ്ധ നമ്മളെ കാര്യത്തിൽ. ഓട്ടോ നിന്ന് മറ്റേ ജിമ്മും നിന്ന്. എന്നാ കുറച്ച് ദിവസം ഒന്ന് തുള്ളി കളിച്ചോട്ടെ കേട്ടോ. അറിയാൻ നോക്കാലോ.